എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളിത്തിരയിലെ താരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ എപ്പോഴും ഭയങ്കര കൗതുകമാണ്. നമ്മൾ പല സെലിബ്രിറ്റികളും വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കാത്തു കെട്ടിക്കിടന്ന് ഭക്ഷണം പോലും ഉപേക്ഷിച്ചിട്ട് പൊരി വെയിലത്ത് സ്ഥാനം ഉറപ്പിച്ച് നിൽക്കും ഏറ്റവും ഫ്രണ്ടില് നമുക്ക് ഇവരെ കാണാൻ വേണ്ടിയിട്ട്, അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഈ സെലിബ്രിറ്റികളുടെയൊക്കെ അണ്ണാക്കിൽ നിന്നും ഇറക്കി വിടുന്ന സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാല് നമ്മളെക്കാൾ വലിയ കൂതറകളാണെന്നേ ഇവരൊക്കെ. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, പല ആളുകളും കമന്റിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ സെലിബ്രിറ്റികളിൽ പലരും നമ്മളെക്കാൾ കൂടുതൽ കൂതറകളാണെന്ന്. അപ്പൊ ഇത് കേൾക്കുന്ന ചിലരൊക്കെ ചോദിക്കും, നിങ്ങൾ എന്താ കൂതറയാണോ എന്ന് ചോദിക്കും. ഞാൻ കൂതറയാണോ കൂതറയല്ലേ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ലേ. എന്റെ പ്രവൃത്തിയും എന്റെ സംസാരവും എന്റെ ക്യാരക്ടറും കണക്കിരിക്കും മറ്റൊരാള് ഞാൻ കൂതറയാണോ കൂതറയല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ആണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, അല്ല എന്ന് പറയുകയാണെങ്കിൽ താങ്ക്സ്, അത്രേ ഉള്ളൂ. നമ്മളാണേല് കുലസ്ത്രീയുടെ പരിവേഷം കൊടുക്കുന്ന പല അമ്മായിമാരും അമ്മച്ചിമാരും ജ്യേഷ്ഠത്തിമാരും ശരിക്ക് പറയുകയാണെങ്കിൽ അവരുടെ ഓരോ വായിൽ നിന്ന് വീഴുന്ന മുത്ത് കണക്കുള്ള വാക്കുകൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവര് വെറും കൂതറകളല്ല, വെറും കരി കൂതറകളാണെന്നുള്ള കാര്യം. ഇത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ഉണ്ട്. ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു സെലിബ്രിറ്റി വളരെയധികം ഇഷ്ടമാണ്. ഇപ്പൊ ഈ അടുത്ത ഇടയായിട്ട് ഒരു തിരുവാതിരക്കളി പുള്ളിക്കാരത്തിയുടെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തുള്ള അവരുടെ പ്രഹസനങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു. ശരിക്കും കാഴ്ചയിൽ മഹാലക്ഷ്മിയെ പോലെയൊക്കെ ആണെങ്കിലും അണ്ണാക്കിൽ നിന്നും ഇറക്കി വിടുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തനി മന്ദര പോലും ദൂരേക്ക് മാറിയിരിക്കും. അമ്മാതിരിയുള്ള അപരാധങ്ങളാണ് വായിൽ നിന്നും ഇങ്ങോട്ട് പടച്ചിറക്കി വിടുന്നത്. എനിക്ക് പറയുകയാണെങ്കിൽ അമ്മ സംഘടനയിലുള്ള ഒരു ഭാരവാഹിയിൽപ്പെട്ട ആള് തന്നെയാണ് ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ദിലീപിന്റെ കേസും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം ഇപ്പൊ എല്ലാം പെൺപടകളാണ് ഈ പറയുന്ന സിനിമാ ലോകം ഭരിക്കുന്നത്. അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ഇപ്പൊ ശ്വേതാ മേനോനാണ്. അതുപോലെ സെക്രട്ടറിമാരായിട്ടൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ അംഗത്വം ഉള്ള ഒരാളാണ് ഈ പറയുന്ന മഹാലക്ഷ്മിയും അതുപോലെ തന്നെ നീന കുറുപ്പ്, ഇവരൊക്കെ. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഉണ്ടല്ലോ കുറച്ച് അധികം ഓവർ ആക്ടിങ് കാണിക്കുന്നതായിട്ട് പല സമയങ്ങളിലും തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസിനുള്ളില് മഹാലക്ഷ്മി വന്ന സമയത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മഹാലക്ഷ്മിയുടേതായിട്ടുള്ള തള്ളുകള്. തള്ളെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രക്ഷയില്ലാത്ത തള്ളാണ് നമ്മുടെ ഈ മഹാലക്ഷ്മി എന്ന് പറയുന്ന ലക്ഷ്മി ഇല്ലാത്ത മഹാ. അപ്പോ ഇവര് എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അങ്ങനെ നമ്മുടെ തള്ളിസ്റ്റ് ആയിട്ടുള്ള മഹാലക്ഷ്മി ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, അമ്മ സംഘടനയുടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയം, എന്തോ ഒരു ഫംഗ്ഷനോ സംഭവമോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവര് എല്ലാവരും കൂടി ചേർന്നിട്ട് ചില പ്രോഗ്രാംസുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതില് നീന കുറുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ഫാഷൻ ഷോക്കാരോ അങ്ങനെ ഏതാണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഈ നമ്മുടെ മഹാലക്ഷ്മിയുടെ ടീംസിലുള്ള ഒരു കുട്ടിയുടെ ഡാൻസോ മറ്റോ ഉണ്ടായിരുന്നു. പറയുന്ന മഹാലക്ഷ്മി അണിയിച്ചൊരുക്കിയ അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള പെൺകുട്ടിയുടെ ഡാൻസ് ആയിരുന്നു ഫസ്റ്റ് നടത്തേണ്ടിയിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എന്തോ കാരണത്താല് നീന കുറുപ്പ് അതിനെ തടസ്സം ചെയ്തു വച്ചിരുന്നു എന്നൊക്കെയാണ്. അതായത് എന്തോ കാരണത്താൽ നീന കുറുപ്പ് ആ ഒരു കുട്ടിയെ കളിക്കാൻ സമ്മതിക്കാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചു എന്നൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മി അമ്മച്ചി പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സിനിമയിൽ നമ്മുടെ കൊളപ്പുള്ളി ലീല ചേച്ചി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഞാനേ തന്നി മൂശേട്ടയാ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തുണി വിരിഞ്ഞ് കാണിക്കും, ആരാ ഈ ഞാൻ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മഹാലക്ഷ്മി ചേച്ചിയുടെ ഒരു അവസ്ഥയെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ അങ്ങനെ ആ ഒരു പ്രോഗ്രാം നടക്കേണ്ട സമയത്ത് നീന കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള കുട്ടിയുടെ പെർഫോമൻസ് ആണ് ഫസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു മഹാലക്ഷ്മിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന കുട്ടിയുടെ പെർഫോമൻസ് പിന്നീടായിപ്പോയി. ഇതിന്റെ കലിപ്പ് നമ്മുടെ മഹാലക്ഷ്മി അമ്മച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നീട് നടന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറയുകയാണെങ്കിൽ ഭരണിപ്പാട്ട്, കൊടുങ്ങല്ലൂരിൽ ഭരണിപ്പാട്ടാണ് പല ആളുകളും എടുത്തിട്ട് പറയുന്നത്, പൂരത്തെറി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരിൽ എന്ന് പറഞ്ഞാൽ ഭരണി, മീനമാസത്തിലെ ഭരണിയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ ആ ഒരു പ്രത്യേക ദിവസം എന്ന് പറയുന്നത്. പക്ഷെ അശ്വതീരെന്നാണ് കാവ് തീണ്ടൽ. ആ ഒരു ദിവസം മാത്രമാണ് കൊടുങ്ങല്ലൂരിൽ തെറി അഭിഷേകം നടത്താറില്ല. അല്ലാതെയുള്ള ഒരൊറ്റ ദിവസങ്ങളിൽ പോലും അവിടെ തെറി പറയാൻ പാടില്ല, തെറി പറയാറുമില്ല. അപ്പൊ അതിനെ എടുത്തിട്ട് ആളുകൾ എന്ത് പറഞ്ഞാലും പറയുന്നത് കൊടുങ്ങല്ലൂരുള്ള തെറിവിളി എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഒരു ദിവസം മാത്രമേ അവിടെ പറയാറുള്ളൂ.
അപ്പൊ ആ ഒരു തെറിവിളി അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ശരിക്കും പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂരമ്മ പോലും ഇറങ്ങി ഓടുന്ന തരത്തിലുള്ള തെറിവിളിയുമായിട്ടാണ് നമ്മുടെ മഹാലക്ഷ്മി പ്രിയ ചേച്ചി വന്നിരിക്കുന്നത്. അപ്പൊ ചേച്ചി നീനാക്കുറുപ്പിനെ ഒരുപാട് അങ്ങ് പറയുകയാണ്. ശരിക്കും അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാല്, നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സിനിമാ ഫീൽഡിൽ വന്നിട്ട് ഒരുപാട് വർഷമായി, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ട്. ഈ പറയുന്ന മഹാലക്ഷ്മി പ്രിയ എവിടെ കിടക്കുന്നു, നീനാക്കുറുപ്പ് എവിടെ കിടക്കുന്നു? നീനാക്കുറുപ്പ് സിനിമയിലായാലും സീരിയലിലായാലും തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോ മമ്മൂക്കയെ പോലുള്ള പ്രമുഖ താരത്തിന്റെ കൂടെ പോലും നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇവിടെ മഹാലക്ഷ്മി പ്രിയ വന്നിട്ട് നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അധിക്ഷേപിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ടാവണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാം. അതിനിങ്ങനെ 17-18 മിനിറ്റ് ഉണ്ടോ ആ ഒരു വീഡിയോയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇത്രയും സമയം ആ ഒരു മഹാലക്ഷ്മി പ്രിയ നാക്ക് വായിലിടാതെ എങ്ങനെ സംസാരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് മഹാലക്ഷ്മി പ്രിയ നമ്മുടെ നീനാക്കുറുപ്പിനെ വിളിച്ച് തേറി കുറച്ച് കേട്ടിട്ട് വരാം. നീനാക്കുറുപ്പേ മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചാൽ നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെ കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയുള്ളത് എനിക്കറിയാമല്ലോ. ആ കൊച്ചിനെ കോസ്റ്റ്യൂം ഇട്ട് ഒരു കൊച്ചിനെ സ്റ്റേജ് കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജ് കയറാനോ വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ എന്തെങ്കിലും ഒരു കാര്യം ലാലേട്ടനെ ആദ്യം നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ട ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കാണിച്ചത്. നിങ്ങൾ എന്തെങ്കിലും പൂമായി കായൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പന്ന സ്ത്രീയാണ്. നിങ്ങൾ സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോഴല്ലോ അതിന് കുറച്ചുകൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും അപമാനമാണ് നിങ്ങൾ. മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസ് മേക്കർ ആയിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ കൊച്ചു പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങി നിന്നിട്ട് ആ എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അയച്ചത്? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിനെ എന്നെ അതിൽ അറിയിക്കാനുള്ള സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സൊന്ന് പൊട്ടിവീണാണോ? നിങ്ങൾ തലക്കുറാണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീനാക്കുറുപ്പേ നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. മനസ്സിലായി? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കുന്നത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കുന്നത്. നിങ്ങൾ ഒറ്റ ഒരു ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരും നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ലക്ഷ്മിപ്രിയക്ക് വോട്ട് കൊടുക്കണമെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടല്ലോ ഈശ്വരൻ നീനാക്കുറുപ്പ് അല്ല ലക്ഷ്മിപ്രിയയുടെ ജാതകം എഴുതുന്നത്. മനസ്സിലായോ? നീനാക്കുറുപ്പിന് ഒരു ഉണ്ടേ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഈ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ പിന്നെ അങ്ങനെ ഒരു തവളത്തൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗ്ഗലോകം. നിങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, അതിൽ ഇടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം. മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അത് ഞങ്ങൾ ആ പ്രോഗ്രാമിൽ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടി നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് നിങ്ങളുടെ പരിഹാരം കണ്ടെത്തുന്നത്. അതിന് ഞങ്ങൾ 14 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനാണെന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങൾ ഒറ്റ തലക്കൂടെ വണ്ടി ഓടി തന്നെ നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂർ ഏട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോൾ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എക്സ്ട്രാ ഫിറ്റിംഗ് നിങ്ങൾക്ക് എന്താ വന്നതെന്താ? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് വന്നത്? ഇതെല്ലാം ഞാൻ എനിക്ക് വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് കണ്ണട കണ്ടുകൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇഗ്നോർ ചെയ്തപ്പോൾ ഞാൻ എന്നുമായിട്ടുള്ള എന്തോ കുഴപ്പമില്ല. അവർക്ക് എന്താ പ്രശ്നം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. അത് 1-2 പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്. അത് ചേരില്ലായിരിക്കും. അവിടെ ഞാൻ എന്തോ ഞാൻ അവരുമായിട്ട് ചേരില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാണ് ചേരുന്നത്? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞില്ല. ഞാനോട്ട് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ എനിക്ക് നിങ്ങളോട് ഇഷ്ടപ്പെടുന്നില്ല. ഇത് പറയുന്ന ഈ നിമിഷം എനിക്ക് നിങ്ങളോട് വൈരാഗ്യ ദേഷ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് നിങ്ങൾ എടുത്ത എഫർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ത്രോട്ട് സുഖമില്ല, ത്രോട്ട് പഴുത്തിരിക്കുകയാണ്. ഇത്ര ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ പ്രോഗ്രാമിൽ നിന്നത്. അറിയോ നിങ്ങൾക്ക്? റോണി ചേട്ടൻ ഇന്നലെ രാത്രി 11:30 വിളിച്ച് എന്താ ഇനി എന്ത് മെഡിസിൻ അതിലൂടെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് ഇല്ലാത്ത തൊണ്ട ഉണ്ടാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേട്ടോ സ്ത്രീയെ? ഞാൻ എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ആ കുഞ്ഞ് കേറാത്ത ആ കുഞ്ഞിനെ എല്ലാവരും ചീത്ത പറഞ്ഞു സ്റ്റേജിൽ കയറുന്നത്. നീ എന്തിനാ ലക്ഷ്മി അങ്ങനെ ചതിച്ചെന്ന് ചോദിച്ചിട്ട് എല്ലാവരും ആ കുഞ്ഞിനെ വഴക്ക് വന്നപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞോണ്ടിരുന്ന അയച്ച വോയിസ് മെസ്സേജ് ഞാൻ വേണമെങ്കിൽ ഇട്ടുതരാം. ആ കുഞ്ഞ് ഡ്രസ് ചെയ്ത് വന്ന കുട്ടിയാണ്. അതിനെ പിടിച്ചു വെച്ചു. ഈ സ്ത്രീ ആരെ ഇത്രയൊക്കെ ചെയ്യുന്നത്? പോലീസോ? അമ്മയുടെ പ്രസിഡന്റ് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ? ഇവർ നമ്മളെ ഒരു മെമ്പർ മാത്രമല്ല ചേച്ചി കുക്കു ചേച്ചി. നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഇതാണ് നമ്മുടെ കുടുംബം. അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് നമ്മുടെ കുടുംബം. ഈ കുടുംബത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്. മനസ്സിലായോ? ഞാൻ എടുത്ത റിസ്ക് അത് ആരും എടുക്കാൻ തയ്യാറാണെന്ന് എനിക്കറിയാം. എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് എടുത്ത റിസ്ക്. ആ അമ്മമാരെ കണ്ണുനീർ വീഴ്ച ഒരുത്തിയുണ്ടല്ലോ, നീ പുറത്തേ ചാവുള്ളൂ. നോക്കിക്കോടി. നിനക്ക് എന്റെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ശാപം നിൽക്കുണ്ടാവും. നീ ഇത്ര വൃത്തിയായിട്ടുള്ള എനിക്ക് അറിയില്ലായിരുന്നു. നീ എന്റെ പേര് കൊണ്ട് കേസ് കൊടുത്താലും എനിക്കൊരു കുന്തമില്ല. മനസ്സിലായോ? നിനക്കുള്ള ഒരു കാലത്തും ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാണ്. നിന്റെ അന്തി ഉണ്ടല്ലോ ഞങ്ങൾ എല്ലാം കാണും. ഞാൻ ജീവിച്ചിട്ടുണ്ടല്ലോ കാണുന്നവരുണ്ടാവും. എന്റെ ആത്മാവെങ്കിലും കാണുന്നത്. നീ നീ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പുഴുത്ത് നീ ചാവുള്ളൂ. നോക്കിക്കോ. ഇതിന്റെ പേര് എന്റെ പേരിൽ എന്ത് നടപടി വന്നാലും എനിക്കൊരു കുന്തമില്ല. നീ ആരെ വിട്ടെ? നീ എന്താ ഞങ്ങൾ ആണുങ്ങളെല്ലാം നീ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അവരെ കേട്ടില്ല ഇവരെ കേട്ടില്ല. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് എയിൽ തുടങ്ങുന്ന അങ്ങ് തൊട്ട് സീൽ വരുന്ന അങ്ങ് വരെ ഞങ്ങൾക്ക് ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഒരു വേർതിരിവ് ആരോടും ഇല്ല. ഞങ്ങൾക്ക് ആരും വലുത് ഒരാൾ ചേർന്നില്ല. ഞങ്ങൾ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾ പണിയെടുക്കുന്ന പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് മാത്രമല്ല ഞാൻ എന്റെ പ്രോഗ്രാമിൽ പ്ലാൻ ചെയ്ത പലരെയും കൊണ്ടുപോയി എനിക്കറിയാം. പക്ഷേ ചിലർക്ക് ബ്ലോൾഡ് ആയിട്ട് നിന്നോട് ഞങ്ങൾ ആ പ്രോഗ്രാം ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടെ നിന്നത് എനിക്കറിയാം. മനസ്സിലായോ? നിങ്ങൾക്ക്
സ്പെഷ്യൽ എന്ത് കിട്ടും നിങ്ങൾക്ക് എന്താ കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്, നിങ്ങൾ അറിഞ്ഞോ? കുറെ ശാപവും കുത്തുവാക്കുമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അൾട്ടിമേറ്റ് നിങ്ങളുടെ ജീവിതം മുഴുവൻ അതായിരിക്കും. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്നോട് മാത്രം പ്രശ്നമാണെന്ന് ഞാൻ വിചാരിച്ചത്. എനർജീസ് തമ്മിൽ ചേരുന്നുണ്ടാവില്ല. ചിലരോട് നമ്മളോട് അവർ ഒരു ശത്രുതയും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് ചില ശത്രുക്കളായിരിക്കും, നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. അതായത് എനിക്ക് നിങ്ങളൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നോട് അങ്ങനെയാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്. നിങ്ങൾക്ക് എന്ത് കഴിവാവുള്ള നിങ്ങൾ അതൊന്ന് പറ. ഈ ആൾക്കാരുടെ അടുത്ത് വഴക്കിടാനും അവരുടെ നേരത്തെ കുതിര കയറാനും അവരെയൊക്കെ ചീത്ത പറയാനും അവരെ വെറുപ്പിക്കാനല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിവുണ്ട്? നിങ്ങൾ ആരെ വിശ്വാസത്തിന് നടിയോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എങ്ങനെ അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ എന്ത് ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ളത്? നിങ്ങൾ എടുത്ത ക്യാരക്ടേഴ്സ് ഒന്ന് എടുത്തെടുത്ത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യും. നിങ്ങൾക്ക് എന്തോ ഈശ്വര ഭാഗ്യമുള്ളതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ വന്നു. നിങ്ങൾ ഇത്രയും വലിയ മഹത്തായ ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പറായി. അത്രേ ഉള്ളൂ നീനക്കുറുപ്പ് മാഡം, അത്രേ ഉള്ളൂ. ആർക്കില്ലാത്ത സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ വിശ്വാസത്തിന് നടിയായതുകൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല, നാക്ക് പോലും നിങ്ങൾക്ക് തിരിയില്ല. ചേമ്പ് പിടിക്കുന്ന വായിട്ട പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് പറഞ്ഞാൽ മലയാളം പറയാൻ ആർക്കും മനസ്സിലാവില്ല. അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും? പിന്നെ സൗന്ദര്യം, നിങ്ങളെക്കാട്ടും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്റെ അമ്മയെ കണ്ടു നോക്കണം, മനസ്സിലായോ? എന്റെ അമ്മ എന്ത് സുന്ദരിയാണ് നിങ്ങളെക്കാട്ടും. എന്റെ അമ്മയുടെ പെരുമാറ്റം എന്ത് നല്ല പെരുമാറ്റമാണ്. ഞാൻ നിങ്ങളുടെ പ്രായത്തെ മാത്രമേ ബഹുമാനിക്കുള്ളൂ, അല്ലാതെ മലയാള സിനിമയ്ക്കോ ഈ സമൂഹത്തിനോ നമ്മളെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണം നീനക്കുറുപ്പ് മാഡം. ഈ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്തായിട്ട് എന്റെ അറിവില്ല. നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് ചെയ്യാൻ 1000 പേരുണ്ട്. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അഭിനയിക്കാം. അല്ല നിങ്ങൾ അഭിനയിച്ച് പഠിപ്പിച്ച എന്ത് ക്യാരക്ടർ ആയിട്ടുള്ള നിങ്ങൾ പറ. നിങ്ങൾ എന്ത് വേഷം കെട്ടായി കാണിക്കുന്നത്? നിങ്ങൾ യങ് ആയിട്ടിരിക്കുന്നതോ? അത് നിങ്ങൾ മിടുക്ക്, അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതൊന്നും എന്നെ സംബന്ധിച്ച് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നരയിട്ട് നടക്കും, മണ്ണം വെച്ച മണ്ണുള്ളവർ നടക്കും. അതൊന്നും എന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ ഒരു എന്താ പറയുക എന്തെങ്കിലും ആയിട്ട് ഞാൻ കാണുന്നില്ല. സൗന്ദര്യം എന്ന് പറഞ്ഞ ഘടകമല്ല, നമ്മുടെ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മനസ്സാണ് എല്ലാം. ആ മനസ്സ് നിങ്ങളുടെ മനസ്സ് മൊത്തം വിഷം മാത്രമാണ്, മനസ്സിലായോ? വിഷം മാത്രമാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങളോ ഞാൻ വീണ്ടും നിങ്ങൾ ഗതി പിടിക്കില്ല. ഇതെല്ലാം അറിയാൻ വേണ്ടി ഞാൻ പരസ്യമായിട്ട് വന്നത് സ്റ്റേജിൽ മൈക്കെടുത്ത് പറയുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത്. നമ്മൾ 17 പേര് നിന്നു ഇത് ഔട്ടായി പോകട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താണ് നിങ്ങൾ കാണിച്ചു കൊടുത്തത്? എന്ത് പ്രശ്നമാണ് ആൾക്കാർക്ക് കൊടുത്തത്? നിങ്ങൾ രാത്രി 12 മണിക്ക് മീറ്റിംഗ് വിളിക്കേണ്ടി വരുന്നു. ഇവിടെ പണിയെടുക്കുന്നവരായില്ലേ? കേട്ടറിയ ആൾക്കാർ എന്താ മേഡം അവരിങ്ങനെ അപ്പൊ പബ്ലിക് ആണ്. അവർക്ക് അമ്മയുടെ ഫുഡ് തരുന്നത് മാത്രമേ ഉള്ളൂ. അവർ പുറത്തുള്ളവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി. അവർ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട സാമൂഹിക സന്ദേശം? ഇതാണോ? അമ്മ എന്ന് പറയുന്നത് സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും മിക്സ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ്. അതിന്റെ റെപ്യൂട്ടേഷൻ മുഴുവനും കീപ്പ് ചെയ്യാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ അടക്കുന്ന ചീത്ത പറയുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും യൂട്യൂബ് വീഡിയോ ഇട്ടാണല്ലോ ഇപ്പൊ കിട്ടുന്ന സ്പോൺസേഴ്സിനെ പോലും കിട്ടില്ല, മനസ്സിലായോ? നമ്മുടെ ജോലി ചെയ്യുന്നത് പാവപ്പെട്ട അമ്മമാർക്ക് അന്നം മേടിക്കാനും പാവപ്പെട്ട അമ്മമാർക്ക് മരുന്ന് മേടിക്കാനുമാണ്, മനസ്സിലായോ? അവർ പിന്നെ ഉണ്ടാവില്ല. ആരെങ്കിലും എടുത്ത് ഇത്ര സംഘടനയ്ക്ക് എന്താ കൊടുക്കണമെന്ന് ചോദിക്കും. നിങ്ങൾ അതുപോലെ മറന്നു. നിങ്ങൾ എന്ത് പട്ടി കുടുംബത്തേക്ക് വലിയ തരുന്നവരാണോ? നിങ്ങൾ എന്തൊക്കെ കാണിച്ചത്? നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്? സ്വയം വിലയിരുത്തുക. വേണമെങ്കിൽ എന്താണെങ്കിലും എന്റെ എല്ലാ പ്രതിഷേധവും ഞാൻ ഈ മെമ്പർമാരെ മൊത്തം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ഇപ്പോഴാണ് മൊത്തം അറിയുന്നത്. അല്ലെങ്കിൽ തന്നെ പല കാരണങ്ങൾ കൊണ്ട് രാജ്യത്തിനെ പറ്റി ആലോചിച്ചാണ് രാവിലെ കണ്ടു വന്നത്. അപ്പോഴാണ് എനിക്ക് ഇത് കൂടെ കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ ശരിയല്ല. നിങ്ങൾ സ്വയം നിങ്ങളുടെ നാക്കിനെ ഇറക്കണം, നിങ്ങൾ പെരുമാറ്റത്തിനെ ഇറക്കണം. എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനത് വ്യക്തിപരമായിട്ടാണ് പരിഹരിക്കാൻ ആഗ്രഹിച്ചത്. അത് എന്റെ തികച്ചും വ്യക്തിപരമാണ്. അത് ഈസിയിലാണോ മറ്റുള്ളവരെ അറിയിക്കാൻ ഞാൻ മുതിർന്നിട്ടില്ല. ഇപ്പോഴും ആ കുഞ്ഞോട് എനിക്ക് ഒരു ശത്രുതയില്ല. അത് കഴിഞ്ഞാൽ പോയി ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അതല്ല. ഇത് വ്യക്തിപരമല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഒരു സാമൂഹിക വിപത്തായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ശരിയല്ല. ഇതിനുള്ള നടപടി എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ നടപടി എടുത്താൽ എനിക്കൊന്നുമില്ല, എനിക്കൊരു ചുക്കില്ല. പിന്നെ പ്രോഗ്രാംസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയത്തിന്റെ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ടെൻഷൻ വരാം. അത് നിങ്ങൾക്ക് എനിക്കൊക്കെ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ആ പ്രോഗ്രാമിൽ നിന്ന് ഈ കുട്ടിയെ മാറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈ കുട്ടി എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വിടാനായിട്ട് പറ്റും എന്ന് വന്ന് ചോദിക്കണം. നിങ്ങളുടെ മുന്നിൽ കൂടെ ഞാൻ നടന്നല്ലേ, പല പ്രാവശ്യം നടന്നല്ലേ, പല കാര്യങ്ങൾക്കും നിങ്ങൾ എന്നെ കാണാതിരുന്നില്ലല്ലോ. നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെ വിളിക്കാറുണ്ടല്ലോ. നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആരെയാണ് നന്നാക്കാൻ ശ്രമിക്കുന്ന? ആരെയാ നിങ്ങൾ? ഈ ഷോ നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അമ്മ സംഘടന നന്നാക്കാനാണോ ശ്രമിക്കുന്നത്? അത് നിങ്ങളെ തന്നെ നന്നാക്കാനാണോ? ആരെയാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഒരു സ്റ്റേജ് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാ. ഇപ്പോഴുണ്ടല്ലോ 2.5 മണിക്കൂറുള്ള നാടകം നിങ്ങൾ തൂങ്ങിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തലകുത്തി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. 2.5 മണിക്കൂറുള്ള നാടകം ലൈവായിട്ട് 10,000 കാണുന്നതിന് മുന്നിൽ ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ് ഇന്നും. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെയാണ്, ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നവരും വേറെയാണ്. സ്റ്റേജിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, മനസ്സിലായോ? ഒരു സ്റ്റേജിൽ ഒരു പ്രോപ്പർട്ടി എത്തിയില്ലെങ്കിൽ, സ്റ്റേജിൽ ഒരു സമയത്ത് ഒരു കാര്യം വന്നില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇന്നലെ പാട്ട് ഇച്ചിരി സമയം എടുത്തപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട്. നമ്മുടെ ഹൃദയം ഇപ്പം നിന്ന് നമ്മൾ ചത്തുവെന്ന് നമുക്ക് തോന്നും, മനസ്സിലായോ? അതാണ് സ്റ്റേജുമായിട്ടുള്ള കമ്മിറ്റ്മെന്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഇത്ര സമയത്തുള്ളിൽ കുട്ടിയെ വിട്ടു തരാൻ പറ്റില്ലെങ്കിൽ ലക്ഷ്മി ഐ റിയലി സോറി, ഞാൻ ഈ കുട്ടിയെ വിടാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പലതരം സംവിധാനം ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എന്നോട് ചോദിച്ചോ? പറഞ്ഞോ? സ്റ്റേജിൽ കയറുമ്പോഴാണ് ഈ ആർട്ടിസ്റ്റ് ഇല്ലാന്ന് നമ്മൾ അറിയുന്നത്. എന്നിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? ഞാൻ വിശ്വത്ര നർത്തകിമാരെ കൊണ്ടല്ല പെർഫോമൻസ് ചെയ്യിച്ചത്. ഞാൻ എന്റെ അമ്മമാരെ കൊണ്ടാണ് ചെയ്തത്. കിഡ്നി സർജറി ചെയ്തിട്ട് മാസങ്ങളായിട്ടുള്ള വിചിത്രാൻഡി അമ്മയെ സ്റ്റേജ് കയറാൻ എനിക്ക് പറ്റി. മുട്ട് സർജറി 2 മുട്ട് മാറ്റി വെച്ച ദീപികാൻഡി, 80 വയസ്സിന് മേലുള്ള ഒരു കൃഷ്ണൻ, 18 വയസ്സായ ശിവൻ, ഇവരെയൊക്കെ കൊണ്ടാണ് എനിക്ക് പറ്റി. 1.5 ദിവസം കൊണ്ട് ഞങ്ങൾ പഠിച്ചത്, മനസ്സിലായോ? സ്റ്റേജ് കയറിയപ്പോൾ അവർ അനുഭവിച്ച ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് എനിക്ക് അനുഗ്രഹമായിട്ട് വരുന്നത്. ആ സന്തോഷം ഞാൻ നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും എന്റെ മനസ്സ് നിറഞ്ഞായിരിക്കുന്നത്. ആ മനസ്സ് നിറഞ്ഞാൽ നിങ്ങളെ ഞാൻ ശപിക്കുകയും ചെയ്യും. ഒരാളോടും ചെയ്യരുത് ഇങ്ങനെയൊന്നും. ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ വ്യക്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ സ്വഭാവം മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് മുഴുവൻ വെറുപ്പാണ്, വിദ്വേഷം കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചതിക്കുകയും വഞ്ചിക്കുകയും ഹറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. സ്ത്രീകളോട് മാത്രമാണ് വെറുപ്പ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ നിങ്ങൾക്ക് പുരുഷന്മാരോട് വെറുപ്പാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോട് സകലത്തോടും വെറുപ്പാണ്, പുച്ഛാണ്. നിങ്ങളുടെ സായി ഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്കില്ലാത്തത് ഞങ്ങൾക്ക് ഉള്ളതായിട്ട് സാധനമുണ്ട്, വിവേക ബുദ്ധി. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, ഏത് സദസ്സിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ഒരു സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ എന്തെല്ലാം പാടുപെട്ടു. കാണിച്ചത് ചെക്കത്തരായിപ്പോയി, തെമ്മാടത്തരായിപ്പോയി. അതായത് ഈ ഒരു മഹാലക്ഷ്മി പറഞ്ഞ പച്ചത്തെറികള് ഈ പറയുന്ന ഒന്നുകിൽ നീനാക്കുറുപ്പിന്റെ പ്രായത്തെ കുറിച്ചിട്ട് ഓർക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ അത്രയോ നിങ്ങളെക്കാൾ ഏറെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ആ ഒരു ബഹുമാനം പോലും കൊടുക്കാതെ എന്ത് തെമ്മാടിത്തരമാണോ താൻ വിളിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്. വളരെ മോശമായി പോയി ലക്ഷ്മിപ്രിയ. നിങ്ങൾ ബിഗ് ബോസിനുള്ളിൽ വന്ന് നിന്ന സമയത്തും കുറച്ചധികം ഓവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ചിരിച്ച് സുഖിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആളുകളെ നിങ്ങളുടെ ഭാഗത്താക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. ആ ഒരു കഴിവിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. ബിഗ് ബോസിനുള്ളിലൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ടാവുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നീനാക്കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ, നിങ്ങളെക്കാൾ എത്രയോ വയസ്സിനുള്ള മൂത്ത ഒരു വ്യക്തിയാണ്. അവരെ ഇമാതിരി അപരാധം പറഞ്ഞത് ഒട്ടും ശരിയായിട്ടില്ല. അത് ഒരിക്കലും നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്.
അപ്പൊ എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നീന കുറുപ്പ് കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല, നീന കുറുപ്പ് പ്രതികരിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ശ്വേതാ മേനോനാണല്ലോ നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ട് നിന്നിട്ട് പോലും ശ്വേതാ മേനോൻ ഈ വിഷയത്തിൽ ഒരു ചെറു വിരൽ പോലും അനക്കിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനെ ചൊല്ലി ഒരുപാട് പ്രതിഷേധവും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശ്വേതാ മേനോൻ വാ തുറന്നിട്ടേയില്ല. എന്താണെന്ന് അറിയില്ല. ശ്വേതാ മേനോൻ വായ അടച്ചു പിടിച്ച് തന്നെ ഇങ്ങനെ കട്ടയ്ക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കുറ്റി അടിച്ചണക്ക് നിൽക്കുകയാണ്. അതായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ഫസ്റ്റ് ആ ഒരു സമയത്തോ മറ്റോ ആണ് ശ്വേതാ മേനോൻ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ശ്വേതാ മേനോൻ പുഴുങ്ങിയ മുട്ട അടിച്ചു മാറ്റി തിന്നുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഇവരിങ്ങനെ വാ തുറക്കാതെ ഇങ്ങനെ ഒരക്ഷരം മിണ്ടാണ്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തിന്റെ വായിക്കകത്ത് പുഴുങ്ങിയ മുട്ടയോ മറ്റോ കിടക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ എന്താണ്, ഒരു കാര്യം നടക്കുമ്പോൾ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ലേ, അവർക്ക് തുറന്നു പറഞ്ഞൂടെ കാര്യങ്ങള്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ. പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തിൽ നല്ല നട്ടലോടുകൂടി പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും അധികം അറിയില്ലായിരിക്കും. കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു നടിയാണ്. അപ്പൊ അവര് ഈ ഒരു വിഷയത്തിനെതിരെ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കുക്കു പരമേശ്വരൻ ഈ പറയുന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് എന്താണെന്ന് കേട്ടിട്ട് വരാം. ലക്ഷ്മി, ഇപ്പൊ എനിക്കിത് പറയാതെ വയ്യ. ഈ സംസാരിച്ചത് വളരെ 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 മോശമാണ്. നടപടി എടുക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. ലക്ഷ്മി ഇപ്പൊ പറഞ്ഞതെല്ലാം അമ്മയ്ക്ക് ചേരാത്തതാണ്. മറ്റു സൈഡിൽ എന്തുണ്ടായിന്നുണ്ടെങ്കിൽ ഒരു പരാതിയാണ് എഴുതി തരേണ്ടത്, അല്ലെങ്കിൽ പരാതി. അത് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഇത് ഇപ്പോ ലക്ഷ്മിയാണ് മറ്റു 16 പേരെയും മോശമാക്കിയത്. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അമ്മയിലെ ഒരാളും എന്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഈസിയിൽ കൊണ്ടുവരാം, നേരിട്ട് പറയാം. ദിസ് ഇസ് നോട്ട് ദ വേ an അമ്മ മെമ്പർ ഷുഡ് ബിഹേവ്. ഒരു പ്രോഗ്രാമിൽ നടന്ന എന്ത് ഇഷ്യൂ ആണെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇത് തെറ്റ് തന്നെയാണ്. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ലക്ഷ്മിക്ക് വികാരങ്ങൾ ഉണ്ടാവാം, ദേഷ്യമുണ്ടാവാം, എതിർപ്പുണ്ടാവാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ളതാണ്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ആര് തെറ്റ് ചെയ്തു, ആര് ശരി ചെയ്തു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാം. ആരാണെങ്കിലും ദിസ് കൈൻഡ് ഓഫ് റിയാക്ഷൻ, ഇതുപോലെയുള്ള സംസാരം, സംസാരിക്കുന്നവരെയാണ് പുറത്ത് കാണിക്കുന്നത്. പ്ലീസ് ഇങ്ങനെ സംസാരിക്കരുത്. ഇതല്ല. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ കുക്കു പരമേശ്വരൻ നന്നായിട്ട് പറയുക തന്നെ ചെയ്തു. അപ്പോൾ വളരെയധികം പ്രതിഷേധാത്മകമായിട്ടുള്ള സംസാരമായിരുന്നു കുക്കു പരമേശ്വരന്റെ. വളരെയധികം നന്നായി പോയി എന്നേ പറയാനുള്ളൂ. എല്ലാവരും ഒരുപോലെ വായിൽ തുണി തിരുകി വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പറയാനുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കുക്കു പരമേശ്വരന് വലിയൊരു ക്ലാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ താരരാജാക്കന്മാർ പോലും മിണ്ടാതിരുന്നിട്ട് അവിടെ തൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായത്തെ തുറന്നു കാട്ടാനുള്ള ആ ഒരു കുക്കു പരമേശ്വരന്റെ ധൈര്യത്തെ പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നീട് തുറന്നു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മലയാള സിനിമയിലെ നായകന്മാരൊന്നും വാ തുറക്കാറില്ല. തുറക്കേണ്ട സമയത്തൊന്നും അവരാരും തുറക്കത്തില്ല. ആവശ്യമില്ലാത്തപ്പോൾ തുറക്കും, ആവശ്യമുള്ളപ്പോൾ അടച്ചു പിടിക്കും. അതാണ് അവരുടെയൊക്കെ ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ കണ്ണിലാണെങ്കിൽ ദേ ഉറക്കം കിടന്ന് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. കാര്യം 2 ദിവസമായിട്ട് ഉറക്കമൊന്നും അങ്ങനെ ശരിയായിട്ടുണ്ടായിരുന്നില്ല. മകളുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കണ്ണൊക്കെ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരിക്കുന്നത് കണക്ക് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും